DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളായ ആയുഷ്മാൻ ഭാരത്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നിവ വഴി അർഹരായ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭ്യമാണ്. എന്നാൽ ഈ പദ്ധതികളിൽ ഉൾപ്പെടാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവർക്കായി കാരുണ്യ ലോട്ടറിയിൽ നിന്നുള്ള ലാഭവിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന മികച്ചൊരു പദ്ധതിയാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് അഥവാ KBF. സർക്കാർ ആശുപത്രികൾക്കും സർക്കാർ അംഗീകരിച്ച സ്വകാര്യ ആശുപത്രികൾക്കും കീഴിൽ ഈ ചികിത്സാ ആനുകൂല്യം ലഭ്യമാണ്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഇല്ലാത്ത സാധാരണക്കാർക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസമാണ്. ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്കും ചികിത്സാ സഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി തുടരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോൾ ചികിത്സാ ചിലവ് താങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ പദ്ധതി സഹായത്തിനെത്തുന്നത്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. KBF പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം പ്രധാനമാണ്. പ്രതിവർഷം 3 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യത്തിന് അർഹതയുള്ളത്. റേഷൻ കാർഡിലെ വരുമാന വിവരങ്ങൾ പരിശോധിച്ചോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയോ ഈ അർഹത തെളിയിക്കാവുന്നതാണ്. പ്രധാനമായും ക്യാൻസർ, ഹൃദ്രോഗങ്ങൾ, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഹീമോഫീലിയ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർക്കും ശസ്ത്രക്രിയകൾ ആവശ്യമായി വരുന്നവർക്കും അപകടങ്ങളിൽ പരിക്കേറ്റവർക്കുമാണ് ഈ പദ്ധതി മുൻഗണന നൽകുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ അടിയന്തര ചികിത്സാ സഹായമായി 2 ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതായത് മാരക രോഗങ്ങളായ ക്യാൻസർ, ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതര രോഗങ്ങളുടെ ചികിത്സയ്ക്കായി പരമാവധി 2 ലക്ഷം രൂപ വരെ ലഭിക്കും. അതോടൊപ്പം വൃക്ക സംബന്ധമായ രോഗങ്ങൾക്ക്, അതായത് വൃക്ക മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് 3 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നുണ്ട്. വൃക്ക രോഗികൾക്ക് ഡയാലിസിസിനായി പ്രത്യേക പാക്കേജുകളും ഈ പദ്ധതിയിലുണ്ട്. ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകുന്നതിനും ഈ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ലോട്ടറി വകുപ്പ് നേരിട്ട് നടത്തിയിരുന്ന ഈ പദ്ധതി ഇപ്പോൾ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി, അതായത് കാസ്പുമായി സംയോജിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത്. സർക്കാർ ആശുപത്രികളായ താലൂക്ക്, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവിടങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാണ്. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുമായി സഹകരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലും KBF ആനുകൂല്യം ലഭിക്കും. ആശുപത്രികളിലെ ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്കുകൾ വഴി രോഗികൾക്ക് ഇതിനായുള്ള അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി രോഗിയുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകളും വരുമാനം തെളിയിക്കുന്ന രേഖകളും കരുതേണ്ടതുണ്ട്. നിലവിൽ കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ, അതായത് കാസ്പിൻ്റെ ഭാഗമല്ലാത്തവർക്കും KBF വഴി സഹായം ലഭിക്കാൻ അർഹതയുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കോ അപേക്ഷാ ഫോമിനോ വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ ലോട്ടറി ഓഫീസിനെയോ അല്ലെങ്കിൽ ആശുപത്രിയിലെ ഹെൽപ്പ് ഡെസ്കിനെയോ സമീപിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി DCB മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.